നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശുഭപ്രതീക്ഷയായ ഇറാൻ വിദേശകാര്യമന്ത്രി വീണ്ടും പാകിസ്ഥാനിൽ. അബ്ബാസ് അരാക്ചി പാകിസ്ഥാനിലെത്തിയത് ഒമാൻ സുൽത്താനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ഭീഷണിയോ സമ്മർദ്ദമോ കാരണം ചർച്ചയ്ക്ക് വഴങ്ങില്ല എന്ന് ഇറാൻ. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ആഞ്ഞടിച്ച ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെ വെടിവയ്പ്, അക്രമി പിടിയിൽ. സംഭവം വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹാളിൽ. അക്രമത്തെ അപലപിച്ച് മോദി ഉൾപ്പെടെ ലോക നേതാക്കൾ. UAE-യുമായി ബന്ധം ദൃഢമാക്കാൻ ഇന്ത്യ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള സുരക്ഷാ സ്ഥിരത, ഊർജ്ജ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ചയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകളും UAE അറിയിച്ച് അജിത് ഡോവൽ. താളപ്പെരുമയിൽ ഇലഞ്ഞിത്തറമേളം, വർണ്ണവിസ്മയമായി കുടമാറ്റം. ആവേശമായി മഠത്തിൽ വരവ്, പൂരം ആഘോഷിച്ച് തൃശൂർ. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കിയ ആഘോഷം. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റിയാൽ അപകടം കുറയ്ക്കാൻ സാധിക്കുമെന്ന് വെടിക്കെട്ട് ദുരന്താന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അവശ്യ സാധനങ്ങൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ നയം നടപ്പാക്കി UAE. രാജ്യത്തെ സുപ്രധാന വ്യവസായ സംരംഭങ്ങളെ സഹായിക്കാൻ 100 കോടി ദിർഹത്തിന്റെ ദേശീയ ഫണ്ട് രൂപീകരിക്കും. UAE നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം വിപണികളിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള നയത്തിനും രൂപം നൽകി. US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നിർണായക ഘട്ടത്തിലേക്ക്. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വീണ്ടും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ. അമേരിക്കൻ പ്രതിനിധികൾ പങ്കെടുക്കേണ്ടിയിരുന്ന ചർച്ചകൾ റദ്ദാക്കിയ സാഹചര്യത്തിലും സമാധാന ശ്രമങ്ങൾ തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദർശനം. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ വഴിമുട്ടിയെന്ന് കരുതിയ സ്ഥലത്തു നിന്നാണ് പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ സാഹചര്യം അവസാനിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായാണ് വീണ്ടും ചർച്ചകൾ. ഒമാനിലെ ചർച്ചകൾക്ക് ശേഷം ഇറാൻ ഭരണകൂടത്തിൻ്റെ പുതിയ നിർദ്ദേശങ്ങളോടെയാണ് അരാക്ചി വീണ്ടും പാകിസ്ഥാനിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെ വെടിവയ്പ്. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹാളിൽ ശനിയാഴ്ച രാത്രി മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയ അത്താഴ വിരുന്നിനിടയിലായിരുന്നു സംഭവം. സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചയാളെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. വൈറ്റ് ഹൗസിൽ നടന്ന വെടിവയ്പ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ട്രംപ് സുരക്ഷിതനാണെന്ന് അറിഞ്ഞപ്പോൾ തനിക്ക് ആശ്വാസം തോന്നിയെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയ അത്താഴ വിരുന്നിനിടയിലായിരുന്നു സംഭവം. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പ്രസിഡന്റിനെയും പ്രഥമ വനിതാ മെലാനിയെയും ചടങ്ങിൽ നിന്ന് മാറ്റി. US ഭരണനിര ഒന്നടങ്കമുള്ള ചടങ്ങിൽ വലിയ ഭീതിയും പരിഭ്രാന്തിയും ഉണ്ടായി. വെടിവയ്പിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. വെടിയൊച്ച കേട്ടതോടെ ട്രംപിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളയുന്നതിന്റെയും അദ്ദേഹത്തെ സുരക്ഷിതനായി വേദിയിൽ നിന്നും ഒഴിപ്പിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും അക്രമി പിടിയിലായെന്നും ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടലിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഷോ തുടരട്ടെ എന്ന് താൻ നിർദ്ദേശിച്ചെങ്കിലും അന്തിമ തീരുമാനം നിയമപാലകർക്ക് വിട്ടുകൊടുക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. They're going to his apartment. I guess he lives in California, and he's a sick person, a very sick person, and we don't want things like this to happen. ഇതിനിടെ വെടിയുതിർത്ത പ്രതിയുടെ ആദ്യ ഫോട്ടോ പുറത്തു വന്നു. നിരത്ത് കവിഞ്ഞു കിടക്കുന്ന ഇയാളെ സായുധരായ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. പ്രതി നഗ്നനായതുകൊണ്ട് പത്രങ്ങൾ കൊണ്ട് മൂടിയ നിലയിലാണ്. സംഭവത്തെ തുടർന്ന് സുരക്ഷാസേന പ്രദേശം വളഞ്ഞ് തീവ്രമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിലെ സുരക്ഷ, സ്ഥിരത എന്നിവ സംബന്ധിച്ചും ഊർജ്ജ സുരക്ഷ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകളും UAEയുടെ പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശംസകളും ഡോവൽ ഷെയ്ഖ് മുഹമ്മദിനെ അറിയിച്ചു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, UAE ദേശീയ സുരക്ഷാ സുപ്രീം കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ അലി ബിൻ ഹമദ് അൽ ഷംസി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കുവൈറ്റിൽ യുദ്ധ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ കൃത്യമായി കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്ന റിപ്പോർട്ട്. ക്ലാസ്സിൽ കൃത്യമായി ഹാജർ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും മുഴുവൻ ക്ലാസ് സമയങ്ങളിലും നിരവധി വിദ്യാർത്ഥികളിൽ നിന്ന് യാതൊരു പ്രതികരണങ്ങളൊന്നുമില്ല എന്നാണ് അധ്യാപകരുടെ പരാതി. നിലവിൽ വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ഹാജർ നില ഉറപ്പാക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കനത്ത വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. നിലവിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പ്രകാരം വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന സമയം, ക്ലാസ്സിൽ നിന്ന് പുറത്തു കടക്കുന്ന സമയം, ക്ലാസ്സിൽ ചെലവഴിക്കുന്ന ദൈർഘ്യം എന്നിവ മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ചില വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പ്രവേശിച്ച ശേഷം ഓൺലൈൻ പഠന ഉപകരണം ഉപേക്ഷിക്കുന്നതും ഇൻ്റർനെറ്റ് പ്രശ്നങ്ങൾ മൂലം ഹാജർ നഷ്ടപ്പെടുന്നതുമാണ് ഇതിൽ പ്രധാനം. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകർക്കായി മക്കയിൽ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ സൗദി ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ ഐജാസ് ഖാൻ നേരിട്ടെത്തി വിലയിരുത്തി. മദീനയിൽ നിന്ന് ട്രെയിൻ മാർഗം മക്കയിലെത്തിയ അദ്ദേഹത്തെ ഇന്ത്യൻ തീർത്ഥാടക സംഘത്തെ അദ്ദേഹം സ്വീകരിച്ചു. ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഗദ് അഹമ്മദ് ഖാൻ സൂരി, ഹജ്ജ് കോൺസുൽ സദഫ് ചൗധരി എന്നിവരും സ്ഥാനപതിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യൻ തീർത്ഥാടകരുടെ താമസ സൗകര്യങ്ങൾ, ഗതാഗതം, ആരോഗ്യ സേവനങ്ങൾ എന്നിവ സ്ഥാനപതിയും സംഘവും വിശദമായി പരിശോധിച്ചു. തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാൻ സൗദി അധികൃതരുമായി സഹകരിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുവൈറ്റിൽ പ്രൈമറി സ്കൂൾ പ്രവേശന നടപടികൾ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റി വിദ്യാഭ്യാസ മന്ത്രാലയം. സർക്കാർ സേവനങ്ങൾക്കായിട്ടുള്ള ഏകീകൃത മൊബൈൽ ആപ്പായ സഹേൽ വഴിയാണ് ഇനി രജിസ്ട്രേഷൻ പ്രക്രിയ നടക്കുക. പ്രവേശന നടപടികൾ ലളിതമാക്കുകയും രക്ഷിതാക്കൾക്ക് സൗകര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പുതിയ നീക്കം. കുട്ടികൾ പ്രവേശനത്തിന് അർഹരാകുമ്പോൾ രക്ഷിതാക്കൾക്ക് ആപ്പിലൂടെ ഓട്ടോമാറ്റിക് അറിയിപ്പുകൾ ലഭിക്കും. തുടർന്ന് ആവശ്യമായ വിവരങ്ങൾ നൽകുകയും ഇഷ്ടമുള്ള സ്കൂൾ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. കുവൈറ്റിൽ റോഡുകളുടെയും തെരുവുകളുടെയും പേരുകൾ മാറ്റി പകരം അക്കങ്ങൾ നൽകാൻ ഒരുങ്ങി മുനിസിപ്പാലിറ്റി. 2025 19ാം മന്ത്രിസഭാ യോഗത്തിലെ അടിസ്ഥാനത്തിലാണ് ഈ പരിഷ്കാരം. ഇതുപ്രകാരം 591 തെരുവുകൾക്ക് നമ്പറുകൾ നൽകും. നഗരപരിധിയിലെ 591 പ്രധാന ഉപ റോഡുകളുടെ പേരുകളാണ് റദ്ദാക്കുന്നത്. 66 തെരുവുകളുടെ പേരുകൾ മാത്രം മാറ്റമില്ലാതെ തുടരും. 3 തെരുവുകൾക്ക് അറബ് നഗരങ്ങളുടെയും തലസ്ഥാനങ്ങളുടെയും പേര് നൽകാനാണ് തീരുമാനം. നഗരങ്ങൾക്കോ ജില്ലകൾക്കോ വ്യക്തികളുടെ പേര് നൽകുന്നത് ഇനി മുതൽ അനുവദിക്കില്ല. കുവൈറ്റ് അമീർ, കിരീടാവകാശി എന്നിവരുടെ പേരുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ സൗഹൃദ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ, ചരിത്ര പുരുഷന്മാർ, ഭരണകുടുംബത്തിലെ പ്രമുഖർ എന്നിവരുടെ പേരുകൾ നൽകുന്നത് തുടരും. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടപടി. അവശ്യ സാധനങ്ങൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ നയം നടപ്പിലാക്കി UAE. ഇതിനായി രാജ്യത്തെ സുപ്രധാന വ്യവസായ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി 100 കോടി ദിർഹത്തിൻ്റെ ദേശീയ ഫണ്ട് രൂപീകരിക്കും. UAE നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം വിപണികളിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള നയത്തിനും രൂപം നൽകി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് അവശ്യ സാധനങ്ങൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സുപ്രധാന നയം പ്രഖ്യാപിച്ചത്. പ്രധാന വ്യവസായങ്ങളുടെ പ്രാദേശികവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനും വിതരണ ശൃംഖല വിപുലീകരിക്കുന്നതിനും ആസൂത്രണം, ഉൽപ്പാദനം എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 100 കോടി ദിർഹത്തിന്റെ ദേശീയ ഫണ്ട് രൂപീകരിക്കും. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും UAE നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നയത്തിനും ഷെയ്ഖ് മുഹമ്മദ് അംഗീകാരം നൽകി. കുപ്പിവെള്ളം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, ഫ്രഷ് ആൻഡ് കോൾഡ് പൗൾട്രി, ബ്രെഡ്, പ്രാദേശികമായി പാക്ക് ചെയ്ത സസ്യ എണ്ണകൾ, സീസണൽ പച്ചക്കറികൾ എന്നിവയുൾപ്പെടെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കാവുന്ന അവശ്യ ഉൽപ്പന്നങ്ങളിലാകും ആദ്യഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലോകമെമ്പാടു നിന്നുമുള്ള വ്യവസായികളെയും നിക്ഷേപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മേക്ക് ഇറ്റ് ഇൻ എമിറേറ്റ്സ് 2026 അടുത്ത മാസം അബുദാബിയിൽ നടക്കും. 12 വ്യാവസായിക മേഖലകളെ പ്രതിനിധീകരിച്ച് 1000-ലധികം പ്രദർശകർ ഇതിൽ പങ്കെടുക്കും. അമൃത ന്യൂസ്, ദുബായ്. ജിദ്ദ ഹനാക്കിഷ് KMCC അബീർ ഷറഫയുമായി സഹകരിച്ച് ജീവൻ രക്ഷാ പരിശീലനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് CK റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മുഹമ്മദ് ഫായിസ്, നാസർ വില്യംകോട്, ഇസ്ഹാഖ് പൂണ്ടോളി, ഇസ്മായിൽ മുണ്ടക്കുളം, അബ്ദുറഹ്മാൻ വെള്ളിമാടുകുന്ന് എന്നിവർ സംസാരിച്ചു. നീക്കഷ് KMCC നേതാക്കളായ ബഷീർ കീഴത്ത്, മുജീബ് പാങ്, അബ്ദുൾ ഹത്താഖ് താനൂർ,
റഹ്മത്ത് അലി കൊണ്ടോട്ടി എന്നിവരും നേതൃത്വം നൽകി. ദുബായ് നഗരത്തിലെ സുപ്രധാന പാതകളുടെ വിപുലീകരണ പദ്ധതി പ്രഖ്യാപിച്ചു. സുഖി അൽ വാസൽ അൽ സഫ സ്ട്രീറ്റുകളുടെ വികസന പദ്ധതിയാണ് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചത്. 11,000 മീറ്റർ നീളത്തിൽ പാലങ്ങളും തുരങ്കങ്ങളും ഉൾപ്പെടുന്നതാണ് വിപുലീകരണം. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം നഗര സൗന്ദര്യം കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക. സൈക്ലിംഗ് ട്രാക്കുകൾ, നടപ്പാതകൾ, അർബൻ പ്ലാസകൾ എന്നിവയും നിർമ്മിക്കും. പദ്ധതി പൂർത്തിയാകുമ്പോൾ സുഖീം സ്ട്രീറ്റിലൂടെ മണിക്കൂറിൽ 16,000 വാഹനങ്ങൾക്കും അൽസഫ അൽവാസൽ സ്ട്രീറ്റുകളിലൂടെ മണിക്കൂറിൽ 12,000 വാഹനങ്ങൾക്കും കടന്നുപോകാൻ സാധിക്കും. ജമേറ, സുഖീം, അൽ ബർഷ, അൽ ഖൂബ്സ് തുടങ്ങി 20 ലക്ഷത്തിലേറെ ജനങ്ങൾ വസിക്കുന്ന പ്രധാന മേഖലകളിലെ ഗതാഗത സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ പദ്ധതി സഹായിക്കും. സൗദി അറേബ്യയിൽ ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിന് തുടക്കം. റിയാദ് മുറബയിലെ അവന്യൂ മാളിൽ നടന്ന വിപുലമായ ആഘോഷ ചടങ്ങിൽ ഫുഡ് ഫെസ്റ്റ് തീമിൽ തയ്യാറാക്കിയ 40 മീറ്റർ നീളമുള്ള ഭീമൻ കേക്ക് മുറിച്ച നടൻ ധ്യാൻ ശ്രീനിവാസനാണ് ഫെസ്റ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. ലുലു ഹൈപ്പർ മാർക്കറ്റ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് അടക്കമുള്ളവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി ഫ്ലാഷ് മോബും ചെണ്ടമേളവും സാംസ്കാരിക നൃത്ത പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് വേൾഡ് ഫുഡ് ഫെസ്റ്റ് വേദിയിലെ പ്രദർശന കേന്ദ്രങ്ങളും ലൈവ് സാമ്പിളിംഗ് കൗണ്ടറുകളും ധ്യാൻ സന്ദർശിച്ചു. ചടങ്ങിൽ ഫെസ്റ്റിലെ ബിരിയാണി ചലഞ്ചിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. മെയ് 5 വരെ നീളുന്ന ഫുഡ് ഫെസ്റ്റ് ലോകത്തിൻ്റെ രുചികളെ ഒരു കുടക്കീഴിൽ എത്തിക്കുന്നതാണ്. വൈവിധ്യം നിറഞ്ഞതും ട്രെൻഡിങ്ങുമായ രുചികളും പാചക ലോകത്തെ പുത്തൻ മാറ്റങ്ങളും ഉൽപ്പന്നങ്ങളും സന്ദർശകർക്ക് പരിചയപ്പെടുവാനും ഓഫറുകൾ സ്വന്തമാക്കാനും അവസരമുണ്ടാകും. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലുടനീളം ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. ഓരോ 2 ദിവസം കൂടുമ്പോഴും വ്യത്യസ്ത രാജ്യങ്ങളുടെ ഭക്ഷണ സംസ്കാരങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഫെസ്റ്റിൻ്റെ ക്രമീകരണം. ജിദ്ദയിലെ റവാബി ലുലു ഹൈപ്പർ മാർക്കറ്റുമായി സഹകരിച്ച് മലബാർ അടുക്കള കൂട്ടായ്മ സംഘടിപ്പിച്ച പായസം മത്സരം രുചിയുടെയും സാംസ്കാരിക ഐക്യത്തിൻ്റെയും മധുരോത്സവമായി മാറി. പാൽ, ശർക്കര, നെയ്യ്, തേങ്ങ എന്നിവയുടെ ചേരുവകളിൽ പാകം ചെയ്ത പായസങ്ങൾ വീടിൻ്റെ ഓർമ്മകളും അമ്മയുടെ സ്നേഹവും പകരുന്നവയായി മാറി. മത്സരത്തിൽ 1ാം സ്ഥാനം ആതിരയും 2ാം സ്ഥാനം ഷക്കീല മൻസൂറും 3ാം സ്ഥാനം ബിൻസീരിയും കരസ്ഥമാക്കി. ഷെഫ് മുബീന സാലിഹ്, ഷെഫ് സഞ്ജന യൂനുസ്, ഷെഫ് സുറുമി അബ്ദുള്ള എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ചീഫ് കോർഡിനേറ്റർ കുബ്ര ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഐഷ ഷാമീസ് അവതാരികയായിരുന്നു. പരിപാടിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇന്ത്യയിലെ പ്രമുഖ ഇന്ത്യൻ വ്യവസായി വാസു ഷറോഫ് ദുബായിൽ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ദുബായിലെ റീഗൽ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായ വാസു യുഎയിലെ ടെക്സ്റ്റൈൽ വ്യാപാരത്തിൻ്റെ തുടക്കക്കാരനാണ്. വ്യവസായ വാണിജ്യ ലോകത്ത് ടെക്സ്റ്റൈൽ രാജാവെന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ദുബായ് ജബലലി ക്ഷേത്രത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്. ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂൾ, ഇന്ത്യ ക്ലബ് എന്നിവ സ്ഥാപിച്ചതിലും പ്രധാന പങ്ക് വഹിച്ചു. സംസ്കാരം നാളെ വൈകിട്ട് 4:30 ദുബായ് ജബലലിയിലെ പുതിയ ഹിന്ദു ശ്മശാനത്തിൽ നടക്കും. ആം ആദ്മി പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. ലോക്സഭാ MP ഉൾപ്പെടെ കൂടുതൽ നേതാക്കൾ പാർട്ടി വിട്ട് BJPയിൽ ചേരുമെന്ന റിപ്പോർട്ട്. അതേസമയം പാർട്ടി വിട്ട രാജ്യസഭാ MPമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി നേതൃത്വം രാജ്യസഭാ അധ്യക്ഷനെ സമീപിച്ചു. രാഘവ് ഛദ്ദ ഉൾപ്പെടെ 7 രാജ്യസഭാ MPമാർക്ക് പിറകെ കൂടുതൽ മുതിർന്ന നേതാക്കൾ ആം ആദ്മി പാർട്ടി വിട്ട് BJPയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. പഞ്ചാബിൽ മന്ത്രിയടക്കം 3 MLAമാർ ഉടൻ പാർട്ടി വിട്ടേക്കും. 50-ലധികം MLAമാർ രാഘവ് ഛദ്ദയുടെ നീക്കത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് അവകാശവാദം. കൂടാതെ ആം ആദ്മിയുടെ 3 ലോക്സഭാ MPമാരിൽ 2 പേർ BJP നേതൃത്വവുമായി ബന്ധപ്പെട്ടതായും സൂചനയുണ്ട്. പഞ്ചാബിൽ കെജ്രിവാൾ സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നതിനെതിരെ നേരത്തെ തന്നെ മുതിർന്ന നേതാക്കൾ അതൃപ്തി അറിയിച്ചിരുന്നു. കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി ബംഗാൾ പ്രചരണം കഴിഞ്ഞെത്തിയാലുടൻ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന MPമാർക്കെതിരെ പഞ്ചാബിൽ ആം ആദ്മി പ്രതിഷേധം സംഘടിപ്പിച്ചു. ਹਲਕੇ 'ਚ ਜਿਹੜਾ ਸੰਘੇੜਾ ਰੋਡ ਤੇ ਟਰਾਈਡੈਂਟ ਦੇ ਅੱਗੇ ਪ੍ਰੋਟੈਸਟ ਕੀਤਾ ਗਿਆ। ਇਹ ਪ੍ਰੋਟੈਸਟ ਅੱਜ ਜਿਹੜਾ ਸੈਂਟਰ ਦੀ BJP ਸਰਕਾਰ ਵੱਲੋਂ ਲੋਕਾਂ ਨੂੰ ਆਪਣੀਆਂ ਏਜੰਸੀਆਂ ਦੇ ਡਰ ਤੋਂ ਧੱਕੇ ਨਾਲ ਬਾਹਮ ਰੋੜ ਕੇ ਜਿਹੜਾ ਜੁਆਇਨ ਕਰਾਇਆ ਜਾ ਰਿਹਾ ਹੈ ਉਹਨਾਂ ਦਾ BJPയിൽ ചേർന്ന 7 രാജ്യസഭാ MPമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട AAP നേതൃത്വം രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനെ സമീപിച്ചു. 7 അംഗങ്ങൾ പാർട്ടി വിട്ടത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ലംഘനമാണെന്നും ഇവരുടെ അംഗത്വം റദ്ദാക്കണമെന്നും ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗ് ആവശ്യപ്പെട്ടു. MLAമാർ ഉൾപ്പെടെ കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് പോകുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചരണം നാളെ അവസാനിക്കും. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് മറ്റന്നാൾ 142 മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്തും.
ബംഗാൾ കുറ്റകൃത്യങ്ങളുടെ നാടായി മാറിയെന്നും 15 വർഷത്തെ ജംഗിൾ രാജ് ഇതോടെ അവസാനിപ്പിക്കണമെന്നും ഹൂഗ്ലിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മമതാ ബാനർജിക്ക് പിന്തുണയുമായി രാജ്യത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെല്ലാം ബംഗാളിൽ പ്രചരണത്തിന് എത്തിയിട്ടുണ്ട്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചു എന്ന പരാതിയിൽ മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ച് കോൺഗ്രസ് നേതാവ് പവൻ ഖേര. ജാമ്യാപേക്ഷ നേരത്തെ ഗുവാഹത്തി ഹൈക്കോടതി തള്ളിയിരുന്നു. സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്താത്ത പാസ്പോർട്ടുകളും വിദേശ സ്വത്തുക്കളും അസം മുഖ്യമന്ത്രിയുടെ ഭാര്യ റിനിക്കി ഭുയാൻ ശർമ്മയ്ക്ക് ഉണ്ടെന്നായിരുന്നു പവൻ ഖേരയുടെ ആരോപണം. പവൻ ഖേര ഉദ്ധരിച്ച പാസ്പോർട്ട് രേഖകൾ വ്യാജമാണെന്നും റിനിക്കി ഭുയാൻ ശർമ്മയ്ക്ക് മറ്റൊരു രാജ്യത്തിൻ്റെയും പൗരത്വമില്ല എന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. തൃശൂർ പൂരം കോ-പവേർഡ് ബൈ സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണമുഖം. എന്തിനും ഏതിനും ധർമ്മപ്രിയ, വിശ്വാസം ധർമ്മപ്രിയ. ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ കാത്തിരുന്ന തൃശ്ശൂർ പൂരത്തെ വരവേറ്റ് തൃശ്ശൂർ നഗരം. ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പും മടത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും തെക്കോട്ടിറക്കവും എല്ലാം പൂരാശ്വാസകർക്ക് ആവേശം പകർന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ തെക്കേ നട കടന്നുള്ള വരവ് പൂരത്തിൻ്റെ മാറ്റുകൂട്ടി. മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് മാറ്റിവെച്ചിരുന്നു. കുടമാറ്റം അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി. രാവിലെ 7:30 കണിമംഗലം ശാസ്താവാണ് ആദ്യം എഴുന്നള്ളിയെത്തിയത്. തുടർന്ന് ചെമ്പുക്കാവ് ഭഗവതി, പനമുക്കുംപിള്ളി ശാസ്താവ്, കാരമുക്ക് ഭഗവതി, ലാലൂർ ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, അയ്യന്തോൾ ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി എന്ന ക്രമത്തിൽ എഴുന്നള്ളിപ്പുകൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ആനപ്രേമികളുടെ ഹരമായ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യം ചെമ്പുക്കാവ് കാർത്യായനി ഭഗവതിയുടെ എഴുന്നള്ളത്തിൽ വൻ ജനപങ്കാളിത്തത്തിന് ഇടയാക്കി. ചെമ്പുക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആരാധകരുടെ അകമ്പടിയോടെ ഭഗവതിയെ മസ്തകത്തിലേറ്റിയ രാമൻ വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന വലം വെച്ച് തെക്കേ ഗോപുരനടയിലൂടെ പുറത്തേക്കിറങ്ങി. രാമനെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്ന ജനക്കൂട്ടം ആർപ്പുവിളികളോടെയാണ് ആനയെ വരവേറ്റിയത്. തുടർന്ന് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തെക്കേ മഠത്തിന് മുന്നിലെത്തിയപ്പോൾ കോങ്ങാട് മധു നയിക്കുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടി. പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 12-ന് ആരംഭിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തെത്തിയപ്പോൾ 2 മണിയോടെ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിലുള്ള ഇലഞ്ഞിത്തറ മേളമായി മാറി. മേളം കഴിഞ്ഞതോടെ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളുടെ 15 വീതമുള്ള ആനകൾ ആടയാഭരണങ്ങൾ അണിഞ്ഞെത്തി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിലൂടെ പുറത്തേക്കിറങ്ങി. തെക്കോട്ടിറക്കമെന്ന ആചാരപ്രകാരം ആദ്യം പാറമേക്കാവ് വിഭാഗത്തിന്റെ ആനകളാണ് തെക്കേ ഗോപുരനടയിലൂടെ പുറത്തിറങ്ങി സ്വരാജ് റൗണ്ടിലെ റോഡിൽ തെക്കേ ഗോപുരനടയിലേക്ക് അഭിമുഖമായി നിന്നത്. തുടർന്ന് പുറത്തിറങ്ങിയ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനകൾ തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ റോഡിലെ പാറമേക്കാവ് വിഭാഗത്തിന് അഭിമുഖമായി നിന്നു. ശേഷമാണ് വർണ്ണാഭമായ കുടമാറ്റം. നാളെയാണ് ഉപചാരം പൂർത്തിയാവുന്നതോടെ ഈ വർഷത്തെ പൂരത്തിന് പരിസമാപ്തിയാവും. അമൃത ന്യൂസ്, തൃശൂർ. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റിയാൽ അപകടം കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്ത അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അപകടം ആരും വരുത്തി വയ്ക്കുന്നതല്ല, അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. വെടിക്കെട്ടുകൾ അപകടരഹിതമായി നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കമ്മീഷൻ എൻക്വയറി നടത്താൻ. ഏതായാലും മുഖ്യമായിട്ടും ഞാൻ അവിടെ പോയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിക്ടിംസിനെ ആദ്യം കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പൂരമാണ്. നാളെ പകൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പൂരത്തിൻ്റെ ഭാഗമായിട്ട് നാളെയും ചടങ്ങുകളുണ്ട്.
സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് ഇന്ന് 2 മരണം. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി 65 വയസ്സുകാരി നബീസയ്ക്കും ഇടുക്കി കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷിയുമാണ് മരിച്ചത്. കൊല്ലത്തും എറണാകുളത്തും ഉൾപ്പെടെ നിരവധി പേർക്ക് പാമ്പ് കടി ഏറ്റു എന്നാണ് റിപ്പോർട്ട്. അതേസമയം ചൂടിന് ശമനമില്ല. 3 പേർക്ക് ഇന്ന് സൂര്യാഘാതമേറ്റു. ഇന്ന് നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവത്ത് വീട്ടിൽ വെച്ച് പാമ്പ് കടിയേറ്റ മുതുകുടയിലെ നബീസയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാമ്പ് കടിയേറ്റ നിലയിൽ നബീസയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആന്റിവെനം നൽകിയിരുന്നു. വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ മരിച്ചു. ഇടുക്കിയിൽ വയോധിക പാമ്പ് കടിയേറ്റ് മരിച്ചു. കാഞ്ഞാർ താനിക്കാമ്പാറയിൽ വിശാലാക്ഷിയാണ് മരിച്ചത്. പുരയിടം തെളിക്കുന്നതിനിടയിൽ പാമ്പ് കടിയേൽക്കുകയായിരുന്നു. പാമ്പ് കടിച്ച വിവരം തൊട്ടടുത്ത വീട്ടിലെത്തി പറഞ്ഞ ഉടനെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സമീപവാസികൾ മൂലമറ്റത്തെയും തൊടുപുഴയിലെയും സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊല്ലത്ത് ഒരാൾക്ക് പാമ്പ് കടിയേറ്റു. രാമംകുളങ്ങര സ്വദേശി സുദേവനാണ് രാവിലെ പാമ്പ് കടിയേറ്റത്. പരിസരം വൃത്തിയാക്കുന്ന ജോലിക്കിടെയായിരുന്നു കാലിൽ പാമ്പ് കടിച്ചത്. ചുരുട്ട ഇനത്തിൽപ്പെട്ട പാമ്പെന്നാണ് കണ്ടെത്തിയത്. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച സുദേവന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. എറണാകുളം ചേറായി റിസോർട്ടിലെത്തിയ യുവതിക്ക് പാമ്പ് കടിയേറ്റു. ചേറായിലെ റിസോർട്ടിൽ താമസത്തിനെത്തിയ കോയമ്പത്തൂർ സ്വദേശിനി ഷർമിളയ്ക്കാണ് കടിയേറ്റത്. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ആരോഗ്യനില തൃപ്തികരമാണ്. ഇതിനിടെ സംസ്ഥാനത്ത് ചൂടേറുകയാണ്. പാലക്കാട് ഒറ്റപ്പാലത്തും ലക്കടിയിലും 2 പേർക്ക് സൂര്യതാപമേറ്റു. ലക്കടി കൂട്ടുപാതയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജയൻ, ഒറ്റപ്പാലം സ്വദേശി ജയശ്രീ എന്നിവർക്കാണ് സൂര്യതാപമേറ്റത്. പത്തനംതിട്ട ഇലന്തൂർ വാര്യാപുരം സ്വദേശിനിക്ക് സൂര്യതാപമേറ്റു. മുക്കോട് ലാജോ ഭവനിൽ 70കാരി വിലാസിനിക്കാണ് സൂര്യതാപമേറ്റത്. കണ്ണിന് താഴെയും മുഖവും പൊള്ളി. ആശുപത്രിയിൽ ചികിത്സ തേടി. കൊല്ലത്ത് കൊട്ടിയം സ്വദേശി നിഹാൽ നജീബിന് സൂര്യതാപം ഏറ്റു. കൊട്ടിയത്തു നിന്നും കൊല്ലത്തേക്ക് ജോലിക്ക് ആവശ്യത്തിനായി ബൈക്കിൽ പോകുമ്പോഴാണ് പൊള്ളലേറ്റത്. നിഹാൽ പ്രാഥമിക ചികിത്സ തേടി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കായിക വാർത്തകൾ നോക്കാം. IPL ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 8 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന് മാത്രമാണ് ചെന്നൈ നിരയിൽ തിളങ്ങാനായത്. 60 പന്തുകൾ നേരിട്ട് ഋതുരാജ് 4 സിക്സും 6 ഫോറും അടക്കം 74 റൺസോടെ പുറത്താകാതെ നിന്നു. മറുപടി ബാറ്റിംഗിൽ സായി സുദർശൻ്റെ 87 റൺസിൻ്റെ മികവിലാണ് 2 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് ലക്ഷ്യത്തിൽ എത്തിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.